ഹലോ ഗായ്സ്, നമ്മളിന്ന് മാൽദീവ്സിൻ്റെ 60ാം പിറന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ബീച്ചിൻ്റെ അടുത്ത് നിന്നാണ് പരിപാടികളൊക്കെ കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല തിരക്കാണ്. അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ആളുകൾ കഷ്ടപ്പെടുകയാണ്. ഇതാണ് റൂട്ടിലെ അവസ്ഥ. വണ്ടി പോകേണ്ടിടത്താണ് ആളുകൾ ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ബീച്ചിൻ്റെ അടുത്തേക്ക് എത്തും തോറും അവിടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്നത് തൊട്ടടുത്ത ഐലൻഡായിട്ടുള്ള ഹുലുമാലെ ഫേസ് 1-ലാണ്. നമ്മളിതൊക്കെ നിന്ന് കാണുന്നതോ മാലേ സിറ്റിയിലും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബിഗ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആർട്ടിഫിഷ്യൽ ബീച്ചിൻ്റെ ഒരു സൈറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഫയർ വർക്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ ഒരു പോർഷൻ മാത്രമാണ് ഫയർ വർക്സിൻ്റെ കവർ ചെയ്യുന്നത്. കാരണം 4 ദിക്കിലും ഇതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഫയർ വർക്സ് അവിടെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇവിടെ പുതിയ എയർപോർട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ഇവരുടെ 60ാമത് വാർഷികവുമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയപരമായ ഒരുപാട് എതിർപ്പുകളുണ്ടെങ്കിലും മോദിജി മാൽദീവ്സിൽ വരികയും ഇവിടെ വന്ന് ഇവർക്ക് കുറേ ധനസഹായങ്ങളും അതേപോലെ വായ്പാ സഹായങ്ങളും ഒക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ മാൽദീവ് ഐക്യത്തിൻ്റെ ഒരുപാട് പതാകകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇവിടെ ഈ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റി. ആസ് ആൻ ഇന്ത്യക്കാരൻ നമുക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു ഗൂസ് ബംസ് തരുന്ന സാധനം തന്നെയാണ് യഥാർത്ഥത്തിൽ അത്.